ശ്രീ എം കെ ഹരിദാസ്, അരുണിന്റെ റിപ്പോർട്ടിൽ താങ്കൾക്ക് വലിയ അത്ഭുതമൊന്നും ഉണ്ടാകില്ല എന്ന് എനിക്കറിയാം. കാരണം നിലവിലെ സാഹചര്യത്തിൽ ഇങ്ങനെയൊക്കെ തീരുമാനിക്കാൻ സാധിക്കും. അത് മാത്രവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായി ബന്ധപ്പെട്ടാണല്ലോ ആരോപണം ഉയർന്നിട്ടുള്ളത്. ഇവിടെ ഈ കോൺഗ്രസ് നേതാക്കളിൽ ഈ വിഷയത്തെ വിടാതെ പിന്തുടരുന്ന ഒരാളാണ് മാത്യു കുഴൽനാടൻ. നേരത്തെ നമുക്കറിയാം, അരുൺ സൂചിപ്പിച്ചതുപോലെ CPIM തന്നെ ഇതെല്ലാം സുതാര്യമായ നടപടിയാണ്, സേവനത്തിന് ലഭിച്ച പ്രതിഫലമാണ് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രിയും ആ തരത്തിൽ പ്രതികരിച്ചിരുന്നു. പക്ഷേ വീണാ വിജയന് തന്നെ പ്രതികരിക്കേണ്ടി വരും ഈ വിഷയത്തിൽ എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നുണ്ട്. അങ്ങനെയൊരു കുരുക്ക് മുറുക്കുന്ന സാഹചര്യം താങ്കൾ മുന്നിൽ കാണുന്നുണ്ടോ? ഒന്നുമില്ല അഭിലാഷ്, ഇതൊക്കെ നമ്മൾ പറയില്ലേ, രാഷ്ട്രീയത്തിലെ ഗിമ്മിക്കുകളല്ലേ ഈ പറയുന്നത്. ഇപ്പോ പ്രിന്റു മഹാദേവൻ സംസാരിച്ച രീതി ആലോചിച്ച് കഴിഞ്ഞാൽ, അതായത് ഡയറിയിൽ ശശിധരൻ കർത്തായുടെ ഡയറിയിൽ പേരില്ല എന്നതിന്റെ പേരിൽ BJP ഒരു സംസ്ഥാനത്തും അവരെ പാർട്ടി ഫണ്ട് പിരിക്കുകയോ അവരുടെ നേതാക്കൾ ഫണ്ട് ആരിൽ നിന്നും സ്വീകരിക്കുകയോ ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ തമാശയായിട്ട് എനിക്ക് വേറെ ഒന്നും കാണാൻ സാധിക്കുന്നില്ല. കാരണം കഴിഞ്ഞ 10 വർഷം കൊണ്ട് BJPയുടെ ആസ്തി ഏകദേശം 3 ഇരട്ടി ആയിട്ട് വർദ്ധിച്ചു. ആസ്തിയുള്ള പാർട്ടി അല്ലെങ്കിലും അതെ, ഇനിയിപ്പോ 4-5 ഇരട്ടിയായിട്ട് വർദ്ധിച്ചിട്ടുള്ളത് അത് അവർക്ക് സ്വന്തമായിട്ട് നോട്ടടി അല്ല സാർ, അതിപ്പോ അവർക്ക് സ്വന്തമായിട്ട് നോട്ടടിക്കാൻ അധികാരമില്ലാത്തിടത്തോളം കാലം പറയാം അതിലേക്കാണല്ലോ വരണത്. പക്ഷെ താങ്കൾ പറഞ്ഞൊരു കാര്യം പറയണല്ലോ, താങ്കൾ ഡയറിയിൽ പേരുള്ളവരുടെ കാര്യം മാത്രം നമുക്ക് സംസാരിച്ചാൽ പറ്റില്ല. ഈ ശശിധരൻ കർത്ത ഒരു സമയത്ത് കോൺഗ്രസിന്റെ വക്താവായിരുന്നു. കോൺഗ്രസുമായിട്ട് അത്രയേറെ കോൺഗ്രസിലെ എല്ലാ പ്രശ്നങ്ങളും ശശിധരൻ കർത്തയുടെ ഡയറി അല്ലേ പ്രിന്റു, ഡയറിയിൽ വന്നിട്ടുള്ള പേരുകളല്ലേ, ഡയറിയിൽ വന്നിട്ടുള്ള പേരുകളെ കുറിച്ചിട്ടല്ലേ താങ്കൾ പറഞ്ഞത്. അപ്പൊ താങ്കൾ സംസാരിക്കുമ്പോൾ ഞാൻ മിണ്ടിയിട്ടില്ല. ഇനി താങ്കൾക്ക് അവസരം വരുമ്പോൾ ഞാൻ പറഞ്ഞതിൽ എന്താണ് തെറ്റെങ്കിൽ അങ്ങ് സൂചിപ്പിച്ചോളൂ. നോക്കൂ ശ്രീ അഭിലാഷ്, ഈ പ്രശ്നം ആസ് സൂൺ ആസ് പോസിബിൾ ഈ വീണാ വിജയന്റെ മേൽ വീണിട്ടുള്ള ഈ കരിനിഴൽ മാറ്റേണ്ടത് CPM എന്ന് പറയുന്ന പാർട്ടിയുടെ ആവശ്യമാണ്. ഇതിപ്പോ കേന്ദ്രം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തന്ത്രമായോ കുതന്ത്രമായോ വിശേഷിപ്പിച്ചിട്ട് ഇതിനെ ചെറുതാക്കി കാണിക്കേണ്ട ഒരു പ്രശ്നമല്ല. ഇവിടെ ആദ്യം സംസാരിച്ച ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞിട്ടുള്ള കാര്യത്തിനോട് അങ്ങേയറ്റം വിയോജിപ്പ് പുലർത്തുകയാണ്. കാരണം ഒരു റിപ്പോർട്ടിൽ ഒരു പരാമർശമായിട്ട് അതിനെ കാണാൻ പറ്റില്ല. കാരണം അർദ്ധ ജുഡീഷ്യറി സ്ഥാപനമാണ് ഇൻകം ടാക്സ് ഇൻട്രീം ബോർഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പൊ അവിടെ കാണിച്ചിട്ടുള്ള 1,72,00,000 രൂപയുടെ വിശദീകരണം നൽകാൻ വേണ്ടിയിട്ട് 5 മാസം സമയം കൊടുത്തിട്ടും ഒരു വരി പോലും വീണാ വിജയന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഈ എക്സാജ് ലോജിക് എന്ന് പറയുന്ന കമ്പനി ഇല്ല, എന്നിരുന്നാൽ പോലും ഭാഗത്തു നിന്ന് ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അപ്പൊ വിശദീകരണം കൊടുക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് എന്നുള്ള കാര്യം വിസ്മരിക്കാൻ സാധിക്കുകയില്ല. അതുമാത്രവുമല്ല, ഈ കൊടുത്ത കമ്പനിയിൽ KSDCക്കുള്ള ഷെയറിനെ കുറിച്ചിട്ടും നമ്മൾ ആലോചിക്കണം. അപ്പൊ സർക്കാർ ഷെയർ ഉള്ള ഒരു കമ്പനിയുടെ തീർച്ചയായും ഞാൻ 14% ഓഹരി പങ്കാളിത്തം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. 14% ഓഹരി പങ്കാളിത്തത്തേക്കാൾ താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കുക ശ്രീ അഭിലാഷ്, ഈ മാത്യു കുഴൽനാടനെക്കാട്ടിന് മുമ്പ് അച്ചട്ടായിട്ട് ഇത്തരം കാര്യങ്ങൾ നിരത്തിയിട്ട് ഈ ജെയ്ക്ക് ബാലകുമാറിന്റെ പേര് വരെ പറഞ്ഞ ഒരു പരേതനായ ഒരു സത്യസന്ധനായ രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു PT തോമസ്. അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് പങ്കെടുത്ത അവസാനത്തെ നിയമസഭയിലെ ശ്രീ പിണറായി വിജയനോടായി ചോദിച്ച ചോദ്യങ്ങളാണ് പിന്നീട് ഇപ്പോൾ ഈ ഇൻട്രീം ബോർഡിന്റെ പേരിലായിട്ടും വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ രജിസ്ട്രാർ ഓഫ് കമ്പനി കേസെടുക്കേണ്ട അവസ്ഥയിലേക്കും എത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പൊ ആ സമയം തൊട്ട് ഈ കരിനിഴലിൽ നിൽക്കുന്ന ഈ കേരളം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ യാതൊരുവിധ ക്ലാരിറ്റിയും ഈ കാര്യത്തിൽ കൊടുക്കത്തക്ക വിധത്തിലുള്ള ഒരു വിശദീകരണം വന്നിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം അപലപനീയമായ കാര്യമാണ്. അതിവിടെ എടുത്തു പറയാതിരിക്കാൻ യാതൊരു തരവുമില്ല. ഈ സ്പ്രിംഗ്ലർ വിവാദമായാലും വൈദേഹം പ്രശ്നമായാലും AI ക്യാമറയായാലും K-ഫോൺ വിവാദമായാലും ബ്രഹ്മപുരം വിവാദമായാലും ജെയ്ക്ക് ബാലകുമാർ എന്ന മെന്ററുടെ പ്രശ്നമായാലും ഒക്കെ രാഷ്ട്രീയ വൈരാഗ്യം കൊണ്ട് പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ അടച്ചു മൂടി വെക്കാൻ കഴിയുന്നൊരു പ്രശ്നമായിട്ട് സാധാരണക്കാരായ ജനങ്ങൾക്ക് തോന്നുന്നില്ല. ഇപ്പോ ഇവിടെ താങ്കളും ശ്രദ്ധിച്ചു കാണുമല്ലോ, എവിടെ എത്തി സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട അന്വേഷണം? ഇപ്പോൾ തന്നെ നാഷണൽ ഹെറാൾഡ് പോലെ പതിറ്റാണ്ടുകളായി തുടരുന്ന ചില കേസുകളേക്ക് ഉദാഹരിച്ചുകൊണ്ട് ഇതിന് മറ തീർക്കാമല്ലോ.
സ്വർണ്ണക്കടത്ത് മാത്രമല്ലല്ലോ, കരുവന്നൂരിലെ ഈ താഴേക്കട, ഈ ചെറിയ നത്തോലികളി അല്ലാണ്ട് ഈ ED എന്ന് പറയുന്ന സെൻട്രൽ ഗവൺമെന്റിന്റെ ഏജൻസി ആരെയാണ് പിന്നെ പിടിച്ചിരിക്കുന്നത്? നമ്മൾ വിചാരിച്ചു AC മൊയ്തീനെ ചോദ്യം ചെയ്യുന്നു, അവിടെയുള്ള സകല CPM നേതാക്കളെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു, തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയെ ചോദ്യം ചെയ്യാൻ വിളിക്കുന്നു. അവിടേക്കൊന്നും എത്താൻ നമ്മുടെ മുമ്പിൽ വലിയൊരു പിക്ചർ, അതായത് കേരളം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഒരുപാട് നേതാക്കൾക്ക് കരുവന്നൂർ സഹകരണ ബാങ്കുമായി നടന്ന തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ളൊരു ചിത്രം വരച്ചു വെക്കാനല്ലാതെ മുൻപോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. ഡോളർ കടത്ത് എന്തായി? ഒരു വനിത വളരെ പച്ചയായിട്ട് നിങ്ങൾ മാധ്യമങ്ങളുടെ മുൻപിൽ വന്ന് പറഞ്ഞതല്ലേ, ഒരു ബാഗ് ഡോളർ ഇവിടെ നിന്ന് പിണറായി വിജയന് വേണ്ടിയിട്ട് ദുബായിക്ക് എത്തിച്ചത് ഞാനാണെന്ന് പറഞ്ഞിട്ടുള്ള ആ കേസിന്റെ അന്വേഷണം എവിടെയായി? അപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ സംസ്ഥാനത്ത് വന്നിട്ട് നടത്തിയ അന്വേഷണങ്ങൾ എങ്ങും എവിടെയും എത്താത്ത സ്ഥിതിക്ക് കോൺഗ്രസ് ഈ പറയുന്നതിനോട് നമുക്ക് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. കാരണം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്തും ഇത്തരത്തിലുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ, നമ്മൾ പറയില്ലേ അന്തർധാരകൾ ധാരാളം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വ്യക്തിപരമായിട്ട് ഒരു സ്വതന്ത്ര നിലയിൽ ചിന്തിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് നമ്മളെപ്പോലുള്ളവർക്ക് ഇതിലൊക്കെ ആശങ്കപ്പെടാം. കാരണം ഈ വീണ വിജയൻ എന്ന് പറയുന്ന സ്ത്രീ കേരളത്തിലെ സാധാരണ ഒരു നികുതിദായകയായ സ്ത്രീ അല്ല. അവരെ മുഖ്യമന്ത്രിയുടെ മകളാണ് എന്നതിനേക്കാൾ അവർ ഒരു മന്ത്രിയുടെ ഭാര്യയാണ്. അപ്പൊ അവർക്ക് നേരെയുള്ള കരിനിഴൽ നീക്കേണ്ടത് അവരും അവരുടെ ഭർത്താവും അവരുടെ അച്ഛനും അടങ്ങുന്ന ഇവിടുത്തെ സംസ്ഥാനത്ത് ഭരിക്കുന്ന സർക്കാരിന്റെ ചുമതലയായിട്ട് മാറിയിരിക്കുകയാണ്. അഭിലാഷ് ഒരു കാര്യം കേരള ഹൈക്കോടതി രാജിവെച്ചിരിക്കുന്നത്, തീർച്ചയായിട്ടും ഞാൻ അതിലേക്ക് വരാം. താങ്കൾ ചോദിച്ചതിന് ഞാൻ പറയാം. ഈ കേരള ഹൈക്കോടതിയിൽ നിന്നും ഒരു പരാമർശത്തിന്റെ പേരിൽ കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി രാജിവെച്ചു. എന്തായിരുന്നു ആ പരാമർശം? സീസറിന്റെ ഭാര്യ സംശയാതീതയായിരിക്കണം എന്നൊരൊറ്റ വാക്കാണ്. കോടതിയിൽ നിന്ന് വിധി വന്ന് 2 മണിക്കൂറിനുള്ളിൽ KM മാണി രാജിവെക്കേണ്ടി വന്നു. അതുപോലെ തന്നെ സീസറിന്റെ ഭാര്യ എന്നല്ല ഞാൻ പറയുന്നത്, നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി PWD മിനിസ്റ്ററുടെ ആയാലും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളായാലും PWD മിനിസ്റ്ററുടെ ഭാര്യയായാലും അവർ സംശുദ്ധയായിരിക്കണം. അത് കേരളത്തിന്റെ കൂടി ആവശ്യമാണ്. ആ ആവശ്യത്തെ മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ ഈ 1,72,00,000 രൂപ വാങ്ങിയിട്ടുള്ളത് സേവനം നൽകിയിട്ടാണ് എന്ന് തെളിയിക്കേണ്ട ചുമതല അവർക്ക് തന്നെയാണ്. അവർ പ്രതിദാനം ചെയ്യുന്നത്, അവർ ഇന്ന് നിലനിൽക്കുന്നത് ഒരു മന്ത്രിയുടെ ഭാര്യയായിട്ടാണ്, ഒരു മുഖ്യമന്ത്രിയുടെ മകളായിട്ടുള്ള നിലയ്ക്ക് ഇത് സംസ്ഥാന സർക്കാരിന്റെ കൂടി ചുമതലയിൽ വരുമെന്നാണ് എന്നെപ്പോലെ ചിന്തിക്കുന്നവർക്ക് പറയാനുള്ളത്. കാരണം ഞാൻ ഇന്ന് ഒരുപാട് പേരുമായിട്ട് ഈ വിഷയം ചർച്ച ചെയ്തു ഈ ചർച്ചയ്ക്ക് വരും മുമ്പ്. അപ്പൊ സാധാരണക്കാരായൊക്കെ പറയാനുള്ളത് ഇത് സംസ്ഥാന സർക്കാരിന്റെ കൂടി ബാധ്യതയാണ്. കാരണം പിണറായി വിജയനെ 2019 മാർച്ചിൽ ഖനനം നിരോധിച്ചിട്ടൊരു സംസ്ഥാനമാണ് കേരളം. കരിമണൽ ഖനനം നിരോധിച്ചിട്ടൊരു സംസ്ഥാനമാണ് കേരളം. എന്നിട്ടും ഈ നമ്മുടെ ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് ഇത്രയേറെ കരിമണൽ സ്വരൂപിക്കാൻ എങ്ങനെയാണ് കഴിഞ്ഞത്? അപ്പോൾ പിണറായി വിജയനിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഈ 1,72,00,000 രൂപയുടെ സ്വാധീനം ചെലുത്തിയോ എന്ന് തെളിയിക്കേണ്ടതിന് സംസ്ഥാന സർക്കാരിന്റെ കൂടി ബാധ്യതയാണ്. സംസ്ഥാന സർക്കാരിനെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ മകളിലൂടെ ഒരു പണമിടപാട് നടത്തിയോ എന്ന് പറയേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ് അഭിലാഷ്, യാതൊരു സംശയവുമില്ല. അപ്പോ ഇത്തരത്തിലുള്ള കരിനിഴൽ നിർത്തിക്കൊണ്ട് ഇത് രാഷ്ട്രീയ വൈരം തീർക്കലാണ്, ഇത് രാഷ്ട്രീയ വൈരാഗ്യം തീർക്കലാണ്, ഇലക്ഷൻ വരുമ്പോഴത്തെ പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നത്തെ ലഘൂകരിക്കരുത്. നമുക്ക് തോന്നും, അതായത് ഇന്ത്യയിലെ 17 സംസ്ഥാനങ്ങൾ ഏകദേശം BJP ഭരിക്കുന്നുണ്ട്. അവിടെയൊക്കെ സൽഭരണമാണ് നടക്കുന്നത്, അവിടെ കള്ളപ്പണ ഇടപാട് നടക്കുന്നില്ല, അവിടുത്തെ രാഷ്ട്രീയക്കാരൊക്കെ സംശുദ്ധരാണ് എന്ന നിലയിൽ BJP ഇതര സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റുകളെ കേന്ദ്ര സർക്കാർ ദ്രോഹിക്കുന്നതിന്റെ ഉദാഹരണങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും ഈ വിഷയത്തെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം കേന്ദ്ര ഏജൻസിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന അങ്ങേയറ്റം വിശ്വസ്തമായ ഒരു സ്ഥാപനമാണ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. എന്റെ 35 കൊല്ലത്തെ ഔദ്യോഗിക ജീവിതത്തിന്റെയും ബിസിനസിന്റെ പരിചയത്തിന്റെയും പേരിൽ പറയുകയാണ്, അവരുടെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു റിപ്പോർട്ടിങ്ങിൽ ഇത്തരത്തിലൊരു പരാമർശമുണ്ടെങ്കിൽ മാത്രവുമല്ലല്ലോ ഈ 1,72,00,000 രൂപയുടെ GST അടച്ചോ എന്നുള്ളൊരു വിഷയത്തിൽ അവസാനം GST അടച്ചു എന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ബാലഗോപാലൻ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അപ്പൊ അങ്ങനെ GST അടച്ചിട്ടുള്ള ഒരു തുക കൈപ്പറ്റിയെങ്കിൽ അത് എന്ത് സേവനത്തിന്റെ പേരിലാണെന്ന് പറയാൻ എന്തിനാണ് ഇവർ മടിക്കുന്നത്? ഇവർ സ്കൂൾ വിദ്യാഭ്യാസം നടക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കുന്ന കമ്പനിയാണ് എക്സാലോജിക് എന്നാണ് വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നത്. ഇപ്പൊ അതൊക്കെ മാറ്റപ്പെട്ടിരിക്കുന്നു. അവർ എന്താണ് ഈ കരിമണൽ കമ്പനിക്ക് എന്ത് സോഫ്റ്റ്വെയർ ആണ് അവർ നൽകിയിട്ട് ഈ
സോഫ്റ്റ്വെയറിന്റെ സർവീസിംഗ് ആണ് എന്നാണ് സോഫ്റ്റ്വെയർ നൽകിയിട്ട് താങ്കളടക്കം ചർച്ചകളിൽ പങ്കെടുത്തതാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കൂടുതലായി കടക്കാതിരുന്നത്.